തായ്ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഫുക്കറ്റ് എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയ ആദ്യ ദിവസം തന്നെ ഫുക്കറ്റിലെ സിറ്റി ടൂർ കഴിഞ്ഞ് രാത്രി വിശ്രമത്തിന് ശേഷം അതിരാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഫിഫി ഐലൻഡിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഫുക്കറ്റിൽ നിന്നും ഫിഫി ഐലൻഡിലേക്ക് പുറപ്പെടുന്ന സ്പീഡ് ബോട്ട് പുറപ്പെടുന്ന പിയറിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്നും സീ ഏഞ്ചൽ എന്ന സ്പീഡ് ബോട്ടിൽ ഫിഫി ഐലൻഡ് എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാനായി സഹയാത്രികർക്കൊപ്പം ഞാനും ഈ പിയറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയ യാത്രികർക്കെല്ലാവർക്കും യാത്ര എങ്ങനെ സുരക്ഷിതമാക്കാം, എന്തെല്ലാം ആക്ടിവിറ്റീസിലാണ് ഇവിടെ പങ്കെടുക്കേണ്ടത്, ഓരോ ആക്ടിവിറ്റീസിലും നാം എങ്ങനെ പങ്കെടുക്കണം, ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ സാധിക്കുക, ആരോഗ്യ പ്രശ്നമുള്ളവർ ഏതൊക്കെ യാത്രകളിലും ഏതൊക്കെ വാട്ടർ ആക്ടിവിറ്റീസിലുമാണ് പങ്കെടുക്കാൻ പറ്റാത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് നന്നായി വിവരിച്ചു തരികയുണ്ടായി. അതിനുശേഷം നാം പുറപ്പെടേണ്ട സീ ഏഞ്ചൽ എന്ന വലിയ ബോട്ടിൽ എല്ലാ യാത്രികർക്കൊപ്പം ഞാനും യാത്ര ആരംഭിച്ചു. പാക്കേജിൽ ഉൾപ്പെട്ട ഏറ്റവും ലോവർ ഡെക്കിലാണ് യാത്ര ആരംഭിച്ചത്. എന്നാൽ ലോവർ ഡെക്കിലെ യാത്ര അത്ര ആസ്വാദ്യകരമല്ല എന്ന് തോന്നിയതുകൊണ്ട് മിഡിൽ ഡെക്കിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുകയും അതിനുശേഷം അപ്പർ ഡെക്കിൽ പോയി യാത്രയുടെ മനോഹരമായ കാഴ്ചകൾ കാണുകയും ചെയ്തു. ലോവർ ഡെക്കിൽ സീറ്റിംഗ് നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും പുറത്തേക്കുള്ള വ്യൂ വളരെ പരിമിതമാണ്. എന്നാൽ മിഡിൽ ഡെക്കിലാകട്ടെ പുറത്തേക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. അപ്പർ ഡെക്കിലാണെങ്കിൽ ഏറ്റവും മനോഹരമായ യാത്രയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഈ 3 ഡെക്കുകളുള്ള സീ ഏഞ്ചൽ എന്ന വലിയ ബോട്ടിൽ നാം ഫിഫി ഐലൻഡിനെ ലക്ഷ്യമാക്കി ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് 6 എഞ്ചിനുകളുള്ള വലിയ ബോട്ടായതുകൊണ്ട് തന്നെ വളരെയേറെ ശക്തിയിൽ വെള്ളം പുറകോട്ട് തള്ളിക്കൊണ്ടാണ് ഈ ബോട്ട് മുന്നോട്ട് കുതിച്ചു പായുന്നത്. ഏതാണ്ട് 2.5 മണിക്കൂർ നീളുന്ന യാത്രയാണ് ഫുക്കറ്റ് പിയറിൽ നിന്നും ഫിഫി ഐലൻഡിലേക്കുള്ളത് എന്ന് നമ്മുടെ ടൂർ ഗൈഡ് ആദ്യമേ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കടലിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം നമ്മുടെ ടൂർ ഗൈഡ് സൂചിപ്പിക്കുകയുണ്ടായി. അതിനുള്ള ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസും അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിക്കായി ഉള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉള്ള വലിയൊരു ബോട്ട് തന്നെയാണ് സീ ഏഞ്ചൽ എന്ന ഈ ബോട്ട്. യാത്രയുടെ ആദ്യം എല്ലാവരും അവരവരുടെ ഡെക്കിൽ തന്നെ ഇരുന്ന് യാത്ര ആരംഭിച്ചെങ്കിലും ഏതാണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം എല്ലാവർക്കും ലഘുഭക്ഷണം ഈ ബോട്ടിലെ യാത്രക്കാർ നൽകുകയുണ്ടായി. അതിനുശേഷം എല്ലാ ഡെക്കുകളിലെയും വാതിലുകൾ തുറക്കപ്പെടുകയും എല്ലാവർക്കും യഥേഷ്ടം അപ്പർ ഡെക്കിലേക്ക് നീങ്ങാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. അപ്പർ ഡെക്കിന് മുകളിലായി ഈ സമുദ്രയാത്ര ആസ്വദിക്കാനായി ഒരു ഡെക്ക് കൂടിയുണ്ട്. ആ ഡെക്കിൽ നിന്നാണ് എനിക്കൊപ്പം യാത്ര ചെയ്യുന്ന മറ്റനേകം സഹയാത്രികരും മറ്റനേകം ടൂർ കമ്പനികളിൽ നിന്ന് ഇവിടേക്ക് യാത്ര വന്ന യാത്രികരും എല്ലാവരും ധാരാളം
ഫോട്ടോകളൊക്കെ എടുത്ത് ഈ മനോഹരമായ യാത്രയുടെ ദൃശ്യം ക്യാമറയിലും മനസ്സിലും കണ്ണുകളിലും പകർത്തുന്നത്. ഏതാണ്ട് 32 ദ്വീപുകൾ അടങ്ങുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഈ ഫിഫി ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇതിലെ തന്നെ ഏറ്റവും മനോഹരവും ഏറ്റവും ആകർഷണീയവുമായ ഒരു ഐലൻഡാണ് ഫിഫി ഐലൻഡ്. ഈ ഫിഫി ഐലൻഡിലാണ് ഏറ്റവും മനോഹരമായ ബീച്ചുള്ളതും. മറ്റ് പല ഐലൻഡുകൾക്കും യാത്രികർക്ക് അടുക്കാനുള്ള യാതൊരു സൗകര്യവും ഇല്ലാത്ത വെറും പാറക്കൂട്ടങ്ങളായി മാത്രം നിലകൊള്ളുന്നതുമായ ബീച്ചുകളായതുകൊണ്ട് തന്നെ യാത്രികർക്ക് ദൂരെ നിന്നും അവയെ കാണാനും അവയുടെ ഭംഗി ആസ്വദിക്കാനും അവയുടെ ധാരാളം ഫോട്ടോകളും എടുക്കാനുള്ള അവസരം മാത്രമേ നമുക്കിവിടെ ലഭ്യമാകുകയുള്ളൂ. സുദീർഘ സമുദ്രയാത്ര ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നാം അനേകം ദ്വീപുകളുടെ മധ്യത്തിലൂടെയും ദ്വീപുകളെ ചുറ്റിയും ദ്വീപുകളുടെ അരികിൽ കൂടിയും ഒക്കെയാണ് നമ്മുടെ യാത്ര കടന്നു പോകുന്നത്. എവിടെയും ധാരാളം ടൂറിസ്റ്റുകളെ കൊണ്ട് ഫിഫി ഐലൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ധാരാളം സ്പീഡ് ബോട്ടുകളും ചെറുബോട്ട് തോണികളും ഒക്കെയാണ് നമ്മുടെ കൺമുൻപിലേക്ക് എത്തിപ്പെടുക. ഇങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ പല ദ്വീപുകളെ ചുറ്റിയും പല ദ്വീപുകളെ കടന്നുമാണ് നാം ഫിഫി ഐലൻഡിനെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. എങ്ങും യാത്രികരെ കൊണ്ട് നിറഞ്ഞ ധാരാളം ബോട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. മനുഷ്യന് പ്രാപ്യമല്ലെങ്കിൽ കൂടി ധാരാളം ബോട്ടുകൾ ഇത്തരം ദ്വീപിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ കാണാനായി ദ്വീപിൻ്റെ അടുത്തേക്ക് സഞ്ചരിക്കുകയും ധാരാളം സമയം തങ്ങളുടെ ജലയാനത്തിലിരുന്ന് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുകയും അവിടെ നിന്നും ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നാം സഞ്ചരിച്ച് ഇപ്പോൾ തീരെ ചെറുതല്ലാത്ത മനോഹരമായ ഒരു ദ്വീപിൻ്റെ അടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഈ ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ഒരു കടൽ തീരം ഇല്ല എന്നതാണ്. കടലിന് നടുവേ പൊങ്ങി നിൽക്കുന്ന കുത്തനെയുള്ള ഒരു ദ്വീപാണ് ഇപ്പോൾ നാം കാണുന്ന ഈ ദ്വീപ്. ഇവിടെ മനുഷ്യവാസം ഇല്ല എന്നത് മാത്രമല്ല, മനുഷ്യന് ഇവിടെ അടുക്കാനും സാധിക്കുകയില്ല. അത്രയേറെ കുത്തനെ നിൽക്കുന്ന ഒരു ദ്വീപാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. കാലാകാലങ്ങളിലുണ്ടാകുന്ന പ്രകൃതിയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഈ ദ്വീപിൻ്റെ കുന്നുകളിലെ പല ഭാഗങ്ങളും സമുദ്രത്തിലേക്ക് അടർന്നു വീണിരിക്കുന്നത് നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ മനോഹരമായ ദ്വീപസമൂഹങ്ങളെ പിന്നിട്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ധാരാളം മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. വലുതും ചെറുതുമായ ധാരാളം ബോട്ടുകൾ ഇവിടെ യാത്രികരെയും കൊണ്ട് തങ്ങളുടെ സഞ്ചാരം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എങ്ങും ആർത്തുല്ലസിക്കുന്ന, സന്തോഷിക്കുന്ന, തങ്ങളുടെ അവധിക്കാലം ചിലവഴിക്കുന്ന ധാരാളം യാത്രികരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം ഇവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിലേക്ക് കൂടുതൽ മനോഹരമായ കാഴ്ചകളാണ് എത്തിച്ചേരുന്നത്. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. പാറക്കെട്ടുകളാണെങ്കിൽ കൂടി ആ പാറക്കെട്ടുകളുടെ മുകളിലും ധാരാളം പച്ചപ്പ് നിറഞ്ഞ ചെടികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എങ്ങും ഹരിതാപമായ ഒരു കാഴ്ചയാണ് ഇവിടെ പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. വരണ്ട കല്ലുകൾക്ക് മുകളിലാണെങ്കിൽ കൂടി വർഷത്തിൽ 6 മാസം മാത്രം കിട്ടുന്ന മഴയിൽ നിന്നും ജലം സംഭരിച്ച് ഇവിടെ വളരുന്ന ധാരാളം വൃക്ഷങ്ങളാണ് ഈ ഓരോ ദ്വീപുകളുടെയും പ്രത്യേകത. ഇങ്ങനെയുള്ള പല ദ്വീപുകളിലും മനുഷ്യവാസം ഇല്ല എന്നതും ഒരു പ്രത്യേകതയാണ്.
തീരങ്ങളുള്ളതും മനുഷ്യവാസയോഗ്യവുമായ കുറച്ച് ദ്വീപുകളിൽ ധാരാളം റിസോർട്ടുകളും യാത്രികർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഇവിടുത്തെ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം യാത്രികരെ ഇവിടേക്ക് ആകർഷിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ജലവിനോദങ്ങളും സ്നോർക്ലിംഗ്, ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിവിധ തരം ആക്ടിവിറ്റീസും ഇവിടേക്ക് ധാരാളം യാത്രികരെ ആകർഷിക്കുന്ന ഒന്നാണ്. തായ്ലൻഡിലെ ബാങ്കോക്കും പട്ടായയും പോലെ അത്രയേറെ പ്രസിദ്ധമല്ലെങ്കിലും ഇപ്പോൾ പ്രസിദ്ധിയിലേക്ക് കുതിച്ചുയരുന്ന 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഫുക്കറ്റും ക്രാബിയും. ജലവിനോദങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ട സ്പീഡ് ബോട്ട് യാത്രയ്ക്ക് ശേഷമാണ് നാം നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഫുക്കറ്റ് ഐലൻഡിൽ എത്തിച്ചേരുക. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് നമുക്ക് ദൂരെ നിന്ന് ഈ ഫുക്കറ്റ് ഐലൻഡിൻ്റെ തീരം കാണാറായത്. അവിടേക്ക് ലക്ഷ്യമാക്കി നമ്മുടെ ബോട്ട് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ധാരാളം യാത്രികരെ കൊണ്ട് അവിടെയെങ്ങും നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. നമ്മെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സ്പീഡ് ബോട്ടുകളാണ് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്നത്. വിവിധ വേഗത്തിൽ സഞ്ചരിക്കുന്ന, വിവിധ രൂപത്തിലുള്ള, വിവിധ ആകൃതിയിലുള്ള, വിവിധ ഭംഗിയിലുള്ള ധാരാളം ജലനൗകകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ചെറുതും വലുതുമായ അനേകം ജലയാനങ്ങൾ. ഓരോ ജലയാനങ്ങളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്ന യാത്രികർ. സ്വന്തമായും ഗ്രൂപ്പായും കസ്റ്റമൈസ്ഡ് ടൂറുകളായും ഒക്കെ ഇവിടെ എത്തിയ ധാരാളം യാത്രികർ. യൂറോപ്യൻസും റഷ്യൻസും ചൈനക്കാരും ഇന്ത്യക്കാരും അടങ്ങുന്ന പല ദേശങ്ങളിൽ നിന്നുള്ള യാത്രികരാണ് ഇവിടുത്തെ മറ്റൊരു അത്ഭുതം. യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ട ജലയാത്രയ്ക്ക് ശേഷം നാം ഇപ്പോൾ ഫുക്കറ്റിൻ്റെ തീരത്ത് പിയറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഫുക്കറ്റിൻ്റെ പിയറിൽ നിന്നും നമുക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്ന പൈനാപ്പിൾ റെസ്റ്റോറൻറ്റിനെ ലക്ഷ്യമാക്കി നടക്കുകയാണിപ്പോൾ. രാവിലെ പ്രഭാത ഭക്ഷണം നേരത്തെ കഴിച്ചിരിക്കുന്നതുകൊണ്ടും ഒപ്പം ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ട ജലയാത്രയ്ക്ക് ശേഷം നന്നേ വിശന്നാണ് എൻ്റെ യാത്രാ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിയ പാടെ എല്ലാവരും പൈനാപ്പിൾ റെസ്റ്റോറൻറ്റിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുമ്പോഴാണ് ഇവിടെ ഒരു മനോഹരമായ ഫോട്ടോ പോയിൻ്റ് നമുക്ക് കാണാനാവുന്നത്. ഫുക്കറ്റിൻ്റെ ലാൻഡ്മാർക്കായ ഈ ഫോട്ടോ പോയിന്റിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് എല്ലാവരും ഉച്ച ഭക്ഷണത്തിനായി ഈ പൈനാപ്പിൾ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ ടൂർ പാക്കേജിൻ്റെ ഭാഗമായി നമുക്ക് ഉച്ചഭക്ഷണം ഇവിടെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും അടങ്ങുന്ന രുചികരമായ നല്ല ബുഫയാണ് നമുക്കായി കാത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഉച്ചഭക്ഷണത്തിനായി റെസ്റ്റോറൻറ്റിനെ ലക്ഷ്യമാക്കി 1-ാം നിലയിലുള്ള കൗണ്ടറിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതിനു മുമ്പ് നമുക്ക് എത്ര സമയം ഇവിടെ അനുവദിക്കും, എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്, ഏതെല്ലാം ആക്ടിവിറ്റീസാണ് ടൂർ പാക്കേജിൽ ഉൾപ്പെട്ടത്, ഏതെല്ലാം ആക്ടിവിറ്റീസാണ് പെയ്ഡ് ഐറ്റംസ് എന്നെല്ലാ വിവരണവും നമ്മുടെ ടൂർ ഗൈഡ് താനിയ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും നൽകുകയാണ്. അങ്ങനെ 1-ാം നിലയിൽ ഒരുക്കിയിരിക്കുന്ന ബഫയും കഴിച്ചതിന് ശേഷം
ഏതാണ്ട് 1 മണിക്കൂറോളത്തോളം ഇവിടുത്തെ മനോഹരമായ തീരങ്ങളിൽ സമയം ചിലവഴിച്ചതിന് ശേഷം നാം തിരിച്ച് ഫിഫി ഐലൻഡിൻ്റെ പിയറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ മടക്കയാത്ര ആരംഭിക്കാനായി. ഏതാണ്ട് 3:30 നാം നമ്മുടെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ് മറ്റൊരു ബോട്ടിൽ. വലിയ കൂറ്റൻ ബോട്ടായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക യാത്രികരും ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഡെക്കിൽ വന്ന് ആടുകയും പാടുകയും സന്തോഷിക്കുകയും ഒപ്പം ധാരാളം ഫോട്ടോകൾ എടുക്കുകയും തങ്ങളുടെ നാട്ടിലും വീട്ടിലുമുള്ള കുടുംബാംഗങ്ങൾക്കായി ധാരാളം തത്സമയ സംപ്രേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന യാത്രികരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എങ്ങും ആഹ്ലാദത്തിൻ്റെ മാത്രം ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ മനോഹരമായ ഈ ബോട്ട് യാത്രയ്ക്ക് അവസാനം നാം തിരിച്ച് ഫുക്കറ്റിലെ പിയറിലെത്തുകയും നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയും ചെയ്തു.